അടുത്ത വർക്കൗട്ട് വീഡിയോയിൽ നമുക്കൊരു Q&A സെറ്റ് ചെയ്താലോ? ഗൈസ്, ഇത്രയും ദിവസം വീഡിയോ എടുക്കാൻ പറ്റാതെ ഈവൻ വരാത്തതുകൊണ്ടാണ്. എൻ്റെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്രയും ദിവസം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു ദിവസം എന്താ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും ഹാർഡ് കോർ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൻ വന്ന് വീഡിയോ എടുത്തില്ല. നമ്മുടെ ഡേ ഏതാന്ന് ഞാൻ മറന്നു. എന്താ മൂഡ്? ഏതാ ഡേ? ലെഗ് ഡേ എന്ന് പറയരുത്. 15 ഇന്ന്. നമുക്കൊരു 45 ഡേ പരിപാടി തുടങ്ങിയല്ലോ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഡെയിലി വ്ളോഗും ഒക്കെ ആയിട്ട്. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? 45 ദിവസം വർക്കൗട്ട് മാത്രമല്ല, അതൊരു കംപ്ലീറ്റ് വ്ളോഗായിട്ട് പോയതുണ്ട്. ഇപ്പം ഡേ ഇൻ ദി ലൈഫ് ഓഫ് എൻ ബോഡി ബിൽഡർ ഓൺടർപ്രണർ, ബോഡി ബിൽഡർ CEO. അപ്പം അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ് ബിസിനസ് കോണ്ടന്റ്സ് നിങ്ങൾക്ക് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഈ ഫിറ്റ്നസിന് ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാനാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഓഫ്ലൈൻ ബാച്ചിന് ജിം മെമ്പർഷിപ്പ് വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജിം മെമ്പർഷിപ്പിന് വരുന്നവന്മാർ ജിം മെമ്പർഷിപ്പ് മാത്രം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മിൽ വരാതിരുന്നിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം, ഡയറ്റ് നോക്കണം, പിന്നെ ഡെയിലി ജിമ്മിൽ വരണം. ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ കുറേ പേരുടെ ഒരു തെറ്റായ ധാരണയാണ് ഈ പറയുന്ന പോലെ ജിമ്മിൽ വെറുതെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ വല്ലപ്പോഴും ജിമ്മിൽ പോയാൽ മതി. എന്നിട്ട് കുറേ പേര് കുറേ കഥ അല്ലാതെ പറയും. ഹൈപ്പർട്രോഫി അത് ഇത് കാണാവണ, കാലറി ഡെഫിഷ്യറ്റ്, കാലറി സർപ്ലസ്. ബേസിക്കലി ആദ്യം ജിമ്മിൽ പോവുക, ഒരു ബേസ് ഉണ്ടാക്കുക, വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഈ മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ യൂട്യൂബിലുള്ള കുറേ വീഡിയോയും കഥയും കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഫിറ്റ്നസ് ഇസ് എ ഡിഫറെന്റ് തിങ്, ബോഡി ബിൽഡിംഗ് ഇസ് എ ഡിഫറെന്റ് തിങ്, മസിൽ ബിൽഡിംഗ് ഇസ് എ ഡിഫറെന്റ് തിങ്. സോ നിങ്ങളുടെ ഗോൾ എന്താണോ അതിനുള്ള കാര്യങ്ങൾ അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈമാണ്. കോച്ചുമായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് കോമ്പറ്റീഷന് എനിക്കൊന്ന് കോമ്പറ്റീഷന് 2 ദിവസം മുന്നേ കണ്ടുള്ളപ്പോഴത്തേക്കും പീക്ക് വീക്ക് നടക്കുക. അപ്പോഴത്തേക്കും ബോഡി ഫോം ആയിട്ടില്ല, ഫുള്ള് ടെൻഷൻ, ഫാറ്റൊന്നും പോയിട്ടില്ല, റിപ്പായിട്ടില്ല, കട്ടായിട്ടില്ല. ഞാനാണെ ഭ്രാന്തായിപ്പോയി. ഞാൻ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഷോയാണ്. എന്നിട്ട് ഞാൻ കോച്ചിനെ വിളിച്ചോണ്ടിരിക്കുക, പക്ഷേ ശരിയാവുന്നില്ല, സെറ്റാവുന്നില്ല. എന്നിട്ട് ഫൈനൽ ഡേ ഒരു ദിവസം മുന്നേ ആയപ്പോഴും ഇങ്ങനെ നിൽക്കുക. പുള്ളി പറഞ്ഞ് ഒരു ദിവസം ഉണ്ടല്ലോ നീ ഞാൻ പറയുന്ന പോലെ ഫുഡ് കഴിക്കാം. അപ്പം എനിക്ക് വന്ന് 2 മണിക്കൂർ എന്തോ ഇടവിട്ട് ഫുഡ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഓരോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കഴിക്കണമെന്ന് പറയും. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല, പക്ഷേ ഓരോ വട്ടം ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോ കഴിക്കുമ്പോഴത്തേക്കും ബോഡി ഭയങ്കര മാറ്റം. എന്ന് വെച്ചാൽ ലിറ്ററലി ഒരു ദിവസം ഓരോ മണിക്കൂർ ബോഡി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു കോച്ചിന്റെ നോളജ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കൊച്ചന് നുവേണ്ട കാര്യം പറഞ്ഞത്. അപ്പം പഠിക്കുക, നല്ല ആൾക്കാർ പിന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പം ഒരു നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ ആവണമെങ്കിൽ എന്താണെങ്കിലോ നിങ്ങൾ ചുമ്മാ തിയററ്റിക്കലും പുസ്തകങ്ങളും ഐ ഡോണ്ട് റെസ്പെക്ട് തിയററ്റിക്കൽ നോളജ് ഉള്ള ആൾക്കാരെ, ട്രെയിനേഴ്സിനെ ഐ ഡോണ്ട് റെസ്പെക്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ ബോഡിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കാണിക്കാൻ ട്രാൻസ്ഫോർമേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ യു റെസ്പെക്ട് ദം? അപ്പം കാണിക്കാനുള്ളതിനേക്കാൾ ഒരു ഏതൊരു ജിം ട്രെയിനർ ആണെങ്കിലും ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ബാക്കിനെ ഓരോ മസിൽസിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ഏത് പോർഷനാണോ, അപ്പം ഞാനത് വീക്ക് നോക്കിയിട്ടായിരിക്കും അടിക്കുക. ചിലപ്പോൾ ഞാനൊന്ന് കറക്റ്റ് മൈൻഡ് ഫോക്കസ് കൊടുക്കും, മിഡാണോ അല്ലെങ്കിൽ സൈഡാണോ, അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സ്വീറ്റഡ്രോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞാൽ അവന് കുടവയറും ചാടി, അവൻ മസിലെന്ന് പറഞ്ഞൊരു സാധനം അവന് തെറ്റത്തില്ല. അവൻ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടോ, മേ ബി ഈ ഫിറ്റ്നസ് ട്രെയിനർ നടന്ന സമയത്ത് ഏറ്റവും ജിമ്മിൽ കയറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ വലിയ വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു വട്ടം പറഞ്ഞു. അപ്പം ഞാൻ കുറേ ബ്രേക്ക് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവാം, വലിയ ഷർട്ടൊക്കെ ഇട്ടാ. അപ്പം ജിമ്മിൽ പോയതാന്ന് പോലെ എന്നെ കണ്ടാലും പറയത്തില്ല, അതാണ് വേറെ കാര്യം.
എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ശരി ബ്രോ എന്ന് പറഞ്ഞിട്ട് പോയി. അവൻ പിന്നെയും വന്ന് ഇതുപോലെ ചോദിച്ചു. അപ്പോൾ മൂന്നാമതാവൻ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പഴയ കോമ്പറ്റീഷൻ സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവൻ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നായി. മറ്റേ അതുവരെ അവൻ തെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ അത് ഇതിന് ചോദിച്ചത് എന്താ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ എ ജിം ട്രെയിനർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എ ഫിറ്റ് ബോഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജിം ബാക്ക്ഗ്രൗണ്ടോ ഒരു വർക്കൗട്ട് ചെയ്ത് ബേസ് ഇല്ലെങ്കിൽ നോബഡി ഈസ് ഗോണ റെസ്പെക്ട് യു. എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയത്തില്ല. ഐ എം നോട്ട് ഗോണ റെസ്പെക്ട് യു. അതിൻ്റെ സർട്ടിഫിക്കേഷൻ മാത്രമല്ല ബോഡി ബിൽഡിങ്ങിൻ്റെ മാനദണ്ഡം. Light the shit up. Light the shit up. കത്തി ഡ്രോപ്പ് സെറ്റ് ആയിരുന്നു, ട്രിപ്പിൾ ഡ്രോപ്പ് സെറ്റ്. ഹാംസ്ട്രിങ്സ് കത്തിപ്പോയി ഗൈസ്. സബ്സ്ക്രൈബേഴ്സിന് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. ആരെങ്കിലും വരുന്നുണ്ട് ജസ്റ്റ് ലെമീനോ. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വരാൻ പറ, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. ഇവൻ്റ് കൂടെ ആക്കാം. ഇതിന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ആകെ മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇവൻ ജിമ്മിൽ കയറിയിട്ടില്ല. Gonna stop too driven. I ain't never getting lost, got vision. I'ma make this shit hot, ignition. Yeah, don't give me facts, not fiction. കഴിഞ്ഞ ദിവസം വൈറലായ വീഡിയോ പ്രിൻസ് ചെങ്കര് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും കണ്ടന്റ് തരാം. അത് ഞാൻ പ്രിൻസിനിട്ട് തന്നെ കൊടുത്ത കണ്ടന്റ്. പ്രിൻസിൻ്റെ കഥയാണത് ഈ പറഞ്ഞത്. അതിലുള്ള ഓരോ വ്യൂവും ഞാൻ പ്രിൻസിന് ഡെഡിക്കേറ്റ് ചെയ്തു ഗൈസ്. You win and make your own damn decisions. Don't let others make you victims. Have a thought and have a vision. Don't get caught up in the millions. Yeah, I'ma make this shit hot. Oh, I'ma light the shit up. Yeah, I'ma make this shit hot. മെസ്സേജ് അയച്ചേ. പക്ഷെ ഇന്ന് മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യും. എത്ര ക്യാച്ച് ആയാലും ഞാനൊരു സെറ്റ് കൊണ്ട് ചെയ്യും. അടുത്ത വർക്കൗട്ട് വീഡിയോയിൽ നമുക്കൊരു Q&A സെറ്റ് ചെയ്താലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡി ബിൽഡിംഗ് വർക്കൗട്ട് ഡയറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അത് നമ്മൾ അടുത്ത ദിവസം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും പറയാം. കോമ്പറ്റീഷൻ സമയത്ത് ഞാൻ മേടിച്ച ചിക്കൻ കറിയൊക്കെ അനിയന് അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുറേ അടി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു വട്ടം മറ്റേ സ്വീറ്റ് പൊട്ടറ്റോസ് ഞാൻ ഒരു ദൂരെ പോയി മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോഴത്തേക്കും ചേച്ചിയൊക്കെ വന്നത് ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചു. അടിയായി. എന്തൊക്കെയാണ് ഒരു ബോഡി ബിൽഡറിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടാന്ന് ബോഡി ബിൽഡേഴ്സിന് മാത്രമേ അറിയൂ.